എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 8 മണിക്കൂർ കുതിർത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 10 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. 2 ഏലക്കായും കൂടെ ചേർക്കാം. 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു തവി ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് കുറച്ച് തരിയായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മാവ് നല്ല പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് കൈവച്ചോ അല്ലെ ഇതുപോലെ ഒരു തവി വെച്ചോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരു ഇഡലി മാവിൻ്റെയൊക്കെ അയവിൽ വേണം നമ്മൾ അരി അരച്ചെടുക്കാനായിട്ട്. അരി അരച്ചെടുക്കുമ്പോൾ മാവ് ഒത്തിരി ലൂസായി പോകാൻ പാടില്ല, കുറച്ചൊരു കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി വട്ടയപ്പത്തിൻ്റെ മാവൊന്ന് പൊങ്ങാനായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 8 മണിക്കൂർ മാറ്റി വെക്കാം. 8 മണിക്കൂറിന് ശേഷം മാവ് പാകത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഏകദേശം ഒരു നുള്ളിനേക്കാൾ ഇത്തിരിയും കൂടെ കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു തവിയിൽ 3 തവി പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് പഞ്ചസാരയൊക്കെ അലിയുന്നവരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി വട്ടയപ്പം ആവി കയറ്റിയെടുക്കാനായിട്ട് ഇതുപോലൊരു കേക്കിൻ്റെ ട്രേയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ നമ്മൾ ചോറുണ്ണുന്ന അതുപോലത്തെ പാത്രത്തിലോ എണ്ണയൊന്ന് തടവിയിട്ട് ആവശ്യത്തിന് മാവ് ഇതിലേക്ക് കോരി ഒഴിക്കാം. ഞാൻ ഈ പാത്രത്തിൻ്റെ പകുതിക്കും താഴെയാണ് മാവ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇഡലി പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീമറിലോ വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ മാവ് ഒഴിച്ച പാത്രം ഇതുപോലെ ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് ഇതുപോലെ ഒരു കമ്പി വെച്ചോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചോ ഇതൊന്ന് കുത്തി നോക്കാം. ഈ കമ്പിയിലും ടൂത്ത് പിക്കിലും മാവിങ്ങനെ ഒട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് പാകത്തിന് വെന്തു എന്നുള്ളതാണ്. നന്നായിട്ട് വെന്ത് വെട്ടയപ്പം നമുക്ക് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് സ്റ്റീമറിൽ നിന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് വട്ടയപ്പം ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.